ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ്. പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരുഷന്മാരിൽ മാത്രമുള്ള ഒരു ഗ്രന്ഥിയാണ്. നമ്മുടെ മൂത്രസഞ്ചിയുടെയും മൂത്രനാളിയുടെയും ഇടയിലിരിക്കുന്ന മൂത്രനാളി ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെയാണ് പുറത്തേക്ക് കടന്നു വരുന്നത്. ശരീരത്തിലെ ഏതൊരു അവയവങ്ങളും പോലെ പ്രായം കൂടുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ക്യാൻസർ വളരെ ചെറുപ്പമുള്ള ആൾക്കാരിൽ അങ്ങനെ ഉണ്ടാകാറില്ല. ഒരു 40-50 വയസ്സിനൊക്കെ ശേഷമാണ് സാധാരണ കാണാറുള്ളൂ. ഒരു 40 വയസ്സിന് മുന്നേ ഒന്നും പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ റിപ്പോർട്ട് തന്നെ ചെയ്തിട്ടില്ല ഇവിടെ. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പുറത്തുള്ള ഭാഗത്താണ് ക്യാൻസർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അവിടെ ഒരു വളർച്ച വന്നാലും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉള്ളിലൂടെ പോകുന്ന മൂത്രനാളിയിൽ ഞെക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ പുറത്തോട്ടുള്ള വളരുന്ന ഈ മുഴകൾക്ക് ചിലപ്പോൾ ലക്ഷണങ്ങളെ ഉണ്ടാവാറില്ല. എന്ന് പറഞ്ഞാൽ ഒരു നല്ല ശതമാനം പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗികളിലും ഇതിൻ്റെ രോഗത്തിൻ്റെ ലക്ഷണം തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ ചില ആൾക്കാരിൽ അത് മൂത്ര തടസ്സമായിട്ട് വരാം. കൂടാതെ ചിലപ്പോൾ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശമായിട്ട് കാണാം. ചില ആൾക്കാരിൽ മൂത്രത്തിൽ ഇൻഫെക്ഷനായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. പിന്നെ ചില ആൾക്കാരിൽ മാത്രം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളർന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പുറം വേദനയോ കൈകാല് വേദനയോ വെയിറ്റ് കുറയുക അങ്ങനത്തെയൊക്കെ അസുഖങ്ങളായിട്ടും വരാം. പക്ഷേ ഓർക്കുക, കൂടുതൽ ശതമാനം പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും അതും ഏർലി സ്റ്റേജസ് ആണെങ്കിൽ അത് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണുക. ഡോക്ടർ നമുക്ക് പെർ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ചെയ്യും. എന്ന് വെച്ചാൽ ഒരു വിരൽ വെച്ച് നമ്മൾ മലദ്വാരം പരിശോധിച്ച് നോക്കും. മലദ്വാരം പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടറിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തൊട്ട് നോക്കാൻ പറ്റും. അതിൻ്റെ വലിപ്പം, അതിൻ്റെ കട്ടി ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടറിന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ഇപ്പോൾ വളരെയധികം കോമൺ ആയിട്ട് ചെയ്യുന്ന PSA എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഫാസ്റ്റിങ്ങോ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാവുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ നമ്മുടെ ബ്ലഡിൻ്റെ PSAയുടെ ലെവൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് സംശയം നമുക്ക് അറിയാൻ പറ്റും. PSAയുടെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ മാത്രം കൂടുന്ന ഒരു സംഭവമല്ല ഈ PSA എന്ന് പറയുന്നത്. PSA എന്ന് പറഞ്ഞാൽ ഒരു എൻസൈമാണ്. നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്ന് തന്നെ നോർമലിയും ഉണ്ടാകുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ ചെറിയ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സൈസ് നോർമലിനേക്കാളും വളരെയധികം കൂടുതലാണെങ്കിലും PSA കൂടാം. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ PSA റൈസും പേടിക്കേണ്ട കാര്യമില്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലാതെയും PSA കൂടാം. അതേസമയം ഇതിൻ്റെ തിരിച്ചും വരാം. പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള എല്ലാവരിലും PSA കൂടണമെന്നും നിർബന്ധമില്ല. ചെറിയൊരു ശതമാനം ആൾക്കാരിൽ നോർമൽ PSA ലെവൽ വെച്ചും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് 100% ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഡോക്ടറിനെ കാണാൻ പറയുന്നത്. PSA മാത്രം ചെക്ക് ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മളെപ്പോഴും PSA ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ മലദ്വാരവും കൂടെ നോക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അഥവാ PSA കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ മലദ്വാരം ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഡോക്ടറിന് എന്തെങ്കിലും സംശയമായിട്ട് തോന്നി, അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഈ എന്തെങ്കിലും സംശയകരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ള മുഴകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം MRI ആണ്. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള MRI ഉണ്ട്. നമുക്ക് മൾട്ടി പാരാമെട്രിക് MRI ഓഫ് ദ പ്രോസ്റ്റേറ്റ് എന്നാണ് അത് പറയുന്നത്. അതാണെങ്കിൽ റേഡിയേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം, അതിൻ്റെ അകത്തുള്ള മുഴകൾ, ഓരോ മുഴകളും ഏത് ടൈപ്പാണ്, പ്രശ്നക്കാരാകാൻ സാധ്യതയുള്ള ടൈപ്പ് മുഴയുണ്ടോ, അങ്ങനെ എല്ലാം തിരിച്ചറിയാൻ പറ്റും. പ്രോസ്റ്റേറ്റിൻ്റെ അകത്തുള്ള മുഴയെ നമ്മൾ പിറാഡ്സ് എന്ന് പറഞ്ഞൊരു സ്കോറിംഗ് വെച്ച് 1 തൊട്ട് 5 ആയിട്ടാണ് തിരിക്കുന്നത്. 1 തൊട്ട് 5 ആയിട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1ഉം 2ഉം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. 3 ആകുമ്പോൾ ചെറിയൊരു സാധ്യത വരും. 4ഉം 5ഉം ആണെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആകാനുള്ള സാധ്യത കൂടുതൽ.
അപ്പോൾ നമ്മൾ 1ഉം 2ഉം ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട എന്നേ പറയുള്ളൂ. 3 അല്ലെങ്കിൽ 4, 5ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു ചെറിയൊരു ബയോപ്സി എടുക്കാൻ പറയും നമ്മൾ. കാരണം ഏത് സ്കാനിങ്ങോ ഏത് ബ്ലഡ് ടെസ്റ്റോ ഒന്നിനും 100% ഉറപ്പായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. 100% അവസാനം ഷുവറായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബയോപ്സിയിൽ നിന്ന് മാത്രമാണ്. അപ്പം MRIയിൽ എന്തെങ്കിലും സംശയകരമായിട്ട് കണ്ടാൽ പിന്നെ നമ്മൾ ബയോപ്സിയിലോട്ട് പോകും. ഈ ബയോപ്സി എടുക്കുന്നത് നമ്മൾ ട്രസ് ഗൈഡഡ് അൾട്രാസൗണ്ട് ബയോപ്സി എന്നാണ് പറയുന്നത്. അതുകൂടാതെ പെരിനിയലായിട്ടുള്ള പ്രോസ്റ്റേറ്റ് ബയോപ്സിയുമുണ്ട്. ട്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നമ്മുടെ മലാശയത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഇരിക്കുന്നത്. നമുക്ക് മലദ്വാരം വഴി നമുക്കൊരു അൾട്രാസൗണ്ടിൻ്റെ ഒരു കടത്തി വിട്ടാൽ അതിൽ നിന്ന് നമുക്ക് പ്രോസ്റ്റേറ്റ് കാണാൻ പറ്റും. നമുക്ക് പ്രോസ്റ്റേറ്റ് കണ്ട് അതിന് സംശയകരമായിട്ട് തോന്നുന്ന ഏത് ഭാഗമാണോ അത് നോക്കി നമുക്കൊരു സൂചി വെച്ച് നമുക്കതിൽ നിന്ന് ബയോപ്സി എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് പെരിനിയൽ ബയോപ്സിയും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മലദ്വാരത്തിൽ കൂടെ പോകുന്നതിൻ്റെ പകരം സ്കിന്നിലൂടെ പോയിട്ടും നമുക്ക് പ്രോസ്റ്റേറ്റിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് എടുത്ത് ബയോപ്സിക്ക് വിടാൻ പറ്റും. ഈ ബയോപ്സിയിൽ നിന്ന് നമുക്ക് 100% പറയാൻ പറ്റും പ്രോസ്റ്റേറ്റിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ പ്രോസ്റ്റേറ്റിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ട് എന്ന് നമ്മൾ ബയോപ്സിയിൽ തെളിഞ്ഞുവെങ്കിൽ എന്തായിരിക്കും സാധാരണയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ്? നമുക്ക് പ്രോസ്റ്റേറ്റ് ബയോപ്സിയിൽ നിന്ന് നമുക്ക് ഇത്ര മനസ്സിലാകത്തുള്ളൂ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പുറത്ത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നിന്ന് ഈ ക്യാൻസർ വളർന്ന് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലോട്ട് എവിടെ ഉണ്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് 100% ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഈ ബയോപ്സിയിൽ നിന്നൊന്നും പറ്റില്ല. നമുക്ക് PSA കൂടുതലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് മേ ബി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടെന്ന്. അതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഭാഗത്തോട്ടൊക്കെ ലിംഫ് നോഡ്സ് എന്നൊക്കെ പറയും, അതിലോട്ടൊക്കെ എൻലാർജ്മെൻറ്റും അതിലോട്ടൊക്കെ ക്യാൻസർ പോയതായിട്ട് സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്തെന്നുള്ളൊരു സംശയം പറയാൻ പറ്റും. എങ്കിലും 100% നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്, ശരീരത്തിൻ്റെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് PSMA എന്ന് പറഞ്ഞ പെറ്റ് സ്കാൻ എടുക്കാം. പെറ്റ് സ്കാൻ പലതരമുണ്ട്. അതിനകത്ത് PSMA പെറ്റ് സ്കാൻ മാത്രമാണ് ഇതിന് നമുക്ക് പ്രോസ്റ്റേറ്റിന് യൂസ് വരുന്നത്. ഇനി PSMA പെറ്റ് സ്കാൻ എല്ലാ സെൻറ്റേഴ്സിലും അവൈലബിൾ അല്ല. PSMA പെറ്റ് സ്കാൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് CTയും അതുപോലെ ബോൺ സ്കാനും എടുത്താലും ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി കൂടുതൽ PSMA പെറ്റ് സ്കാനാണ്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈയിടെയായിട്ട്. ഇനി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് ലോക്കലൈസ്ഡ് എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ അകത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ലോക്കലി അഡ്വാൻസ്ഡ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അകത്തും ഉണ്ട്, അതിൻ്റെ ചുറ്റ് ഉള്ള ഭാഗങ്ങളിലും ഉണ്ട്. പിന്നെ ഉള്ളത് മെറ്റാസ്റ്റാറ്റിക് എന്ന് പറയും. എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രമല്ല ശരീരത്തിൻ്റെ നാനാ ഭാഗങ്ങളിലോട്ടും ഓൾറെഡി സ്പ്രെഡ് ആയിപ്പോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജിൽ നമ്മൾ സ്റ്റേജ് 4 എന്നൊക്കെ പറയല്ലേ, അതുപോലെ സ്റ്റേജ് 4. അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളെങ്കിൽ നമുക്കതിനെ 3ആയിട്ട് ചികിത്സിക്കാം. ഒന്ന് പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സിയിൽ അത് വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ക്യാൻസർ, ഈ ക്യാൻസർ തന്നെ പലതരമുണ്ട്, നമുക്ക് ഗ്രോത്ത് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്. വളരെ ഗ്രോത്ത് കുറഞ്ഞ ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചികിത്സ ഒന്നും എടുക്കാതെ തന്നെ ഇരിക്കാം. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലെ ക്യാൻസർ ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിരിക്കാം. അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും ബയോപ്സിയിൽ റിപ്പോർട്ട് വന്നെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ വേണമെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമുക്കൊരു ഓപ്ഷനുണ്ട്. അങ്ങനെയല്ല, ഇത് നമ്മളിപ്പോൾ ബയോപ്സിയിൽ ഇത് ഇച്ചിരി ഗ്രോത്ത് വരാൻ സാധ്യത ഉള്ള ടൈപ്പ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെ നമുക്ക് എന്തെങ്കിലും ആക്റ്റീവായിട്ട് അതിനെ ചികിത്സിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എടുത്തു കളയുക, അതിനാണ് നമ്മൾ റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി എന്ന് പറയും. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ, നമുക്ക് റേഡിയോ തെറാപ്പി കൊടുക്കാൻ പറ്റും. നമ്മൾ റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി ചെയ്യുന്നതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സർജറിയോടുകൂടി നമുക്ക് ക്യാൻസർ ഒറ്റയടിക്ക് ശരീരത്തിൻ്റെ പുറത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേഷ്യൻറ്റിന് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പിന്നെ ഈ ഓപ്പറേഷന് ശേഷം നമുക്ക് PSA ലെവൽസ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഈ സർജറി സമയത്ത് മൂത്രത്തിന് എന്തെങ്കിലും ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ പല രോഗികളും മൂത്ര തടസ്സമായിട്ടാണ് ഡോക്ടറെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ എന്തെങ്കിലും മൂത്ര തടസ്സമോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടി പോകും. ഈ ഓപ്പറേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സർജറി ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു ഭൂരിഭാഗം
പേഷ്യൻസിൽ ഈ ഓപ്പറേഷന് ശേഷം ചിലപ്പം മൂത്രത്തിൻ്റെ ചെറിയ ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു 99% പേഷ്യൻസിലും അത് കുറച്ച് നാളോടുകൂടി അത് തീരും. അത് കഴിഞ്ഞ് പിന്നെ വളരെ 1-2 തുള്ളികൾക്ക് ഈ ലീക്കൊക്കെ ഉണ്ടാകാറുള്ളൂ. ഇപ്പോൾ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ അതൊരു പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ലീക്കായിട്ട് ഇരിക്കുകയുള്ളൂ. നമ്മൾ സർജിക്കലി ചെയ്യുന്ന റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി തന്നെ നമുക്ക് 3 തരത്തിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഓപ്പൺ സർജറി ചെയ്യാം. ഓപ്പൺ സർജറി ഇപ്പം അധികം സെൻറ്റേഴ്സിലും ചെയ്യാറില്ല. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമുക്കൊരു വലിയൊരു മുറിവ് വരും. അതുപോലെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പോയി കഴിയുമ്പോൾ മൂത്രസഞ്ചി മൂത്രനാളിയും തുന്നിപ്പിടിപ്പിക്കണം. ആ തുന്നിപ്പിടിപ്പിക്കുന്നതൊന്നും പ്രിസിഷനൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ ഓപ്പൺ സർജറി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ദിവസം രോഗിക്ക് അഡ്മിറ്റായി കിടക്കേണ്ടി വരും. നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകാനായിട്ട് സമയം കൂടുതലെടുക്കും. അതുപോലെ ഈ മൂത്രത്തിൻ്റെ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ രണ്ടാമതുള്ള ഓപ്ഷനാണ് ലാപ്രോസ്കോപ്പിക് സർജറി, അഥവാ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കീ ഹോൾ സർജറി എന്ന് പറയാം. ഇതിൽ മുറിവും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് പേഷ്യൻ്റ് പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ലൈഫ് പോകാനൊക്കെ പറ്റും. പക്ഷേ ഇതിലും നമുക്ക് ഓപ്പൺ സർജറി പോലെ പ്രിസിഷനൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി. റോബോട്ടിക് സർജറിയിൽ നമ്മൾ സെയിം ആസ് കീ ഹോൾ സർജറി മുറിവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പേഷ്യൻ്റ് പെട്ടെന്ന് നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകാൻ പറ്റും. അതേസമയം നമ്മൾ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ അതിൻ്റെ റിസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ പ്രിസിഷൻ വളരെ അധികമായിരിക്കും. നമുക്ക് മൂത്രനാളിയും മൂത്രസഞ്ചിയും കൂടെ തുന്നിപ്പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ പ്രിസൈസായിട്ട് പിടിപ്പിക്കാൻ പറ്റും. അതുപോലെ മൂത്രത്തിൻ്റെ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. സർജറി വേണ്ട എന്നുള്ള പേഷ്യൻസിന് വേണമെങ്കിൽ നമുക്ക് റേഡിയേഷൻ തെറാപ്പിക്കും വിടാൻ പറ്റും. റേഡിയേഷൻ തെറാപ്പിയുടെ അഡ്വാൻറ്റേജ് എന്ന് നോക്കുക, നമുക്കൊരു സർജറി ഇല്ലാതെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില രോഗികൾക്ക് സർജറി ചെയ്യുന്നതിനോടൊക്കെ ഭയങ്കര പേടിയാണ്. അങ്ങനെ സർജറിയെ വേണ്ട എന്നൊക്കെയാണ്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റേഡിയേഷൻ തെറാപ്പിയിലോട്ട് വിടാൻ പറ്റും. അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ വിട്ട് കഴിയുമ്പോൾ മൂത്ര തടസ്സം കാര്യങ്ങളൊക്കെ കൂടാൻ ചിലപ്പോൾ ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. അതുപോലെ റേഡിയേഷൻ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ മൂത്രത്തിൽ എരിച്ചിലും പുകച്ചിലും ഒക്കെ വരാം. മൂത്രം ചിലപ്പോൾ അറിയാണ്ട് പോകാം. അങ്ങനത്തെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ റേഡിയേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഈ ക്യാൻസർ മുഴുവനായിട്ട് എടുത്ത് കളയല്ല. അതേസമയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അവിടെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ റേഡിയേഷൻ അരിച്ച് കളയുക ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ റേഡിയേഷൻ അടിച്ചാലും ചില ക്യാൻസേഴ്സ് ചത്ത് പോകത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എടുത്ത് കളയേണ്ടതായിട്ട്, റേഡിയേഷന് ശേഷം ചിലപ്പോൾ എടുത്ത് കളയേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർജറി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം റേഡിയേഷനും നല്ല ഓപ്ഷനാണ്, സർജറിയും നല്ല ഓപ്ഷനാണ്. രണ്ടിനും നമുക്ക് ഏതാ നല്ലതെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ പേഷ്യൻറ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിരിക്കും. ചിലവർക്ക് പെട്ടെന്ന് ഈ രോഗം ശരീരത്തിൽ നിന്ന് മാറ്റണം, അങ്ങനെയൊക്കെ അവർക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സർജറിയിലോട്ട് പോകും. അതേസമയം സർജറി ചെയ്യാൻ ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ വളരെ പ്രായം കൂടി നമുക്കൊരു അനസ്തീഷ്യ കൊടുത്ത് സർജറി ചെയ്യുന്ന റിസ്ക്കാണ്. അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ് നമ്മൾ കൂടുതലും റേഡിയേഷന് വേണ്ടി ചെയ്യാം. പിന്നെ ലോക്കലായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനകത്തും അതിൻ്റെ ചുറ്റുവട്ടത്തോട്ടും സ്പ്രെഡായിട്ടുള്ള ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർജറിയോ റേഡിയേഷനോ പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കാം ഇവിടെ, മറ്റേതുപോലെ തന്നെ. പക്ഷേ ഇതിൽ വ്യത്യാസം വരുന്നത് വെച്ചാൽ സർജറി ചെയ്താലും മിക്കവാറും അതിൻ്റെ കൂടെ കുറച്ച് നാൾ കഴിയുമ്പോൾ റേഡിയേഷൻ കൂടി എടുക്കേണ്ടി വരും. അതുപോലെ റേഡിയേഷൻ ആണെങ്കിലും പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്താലും മിക്കവാറും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ റിക്കവർ ചെയ്യാനും അത് ബാക്കിയിരിക്കാനും സാധ്യത. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ സർജറിയും കൂടെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പം നമ്മളവിടെ മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. സർജറി മാത്രം കൊണ്ടും പറ്റത്തില്ല. മിക്കവാറും സർജറി പ്ലസ് അതിൻ്റെ റേഡിയേഷൻ, അതിൻ്റെ കൂടെ നമ്മൾ ആൻഡ്രോജൻ ഡെപ്രിവേഷൻ തെറാപ്പി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റോസ്ട്രോണിൻ്റെ ഹോർമോൺ വെച്ചുകൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു വിധത്തിലൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടെസ്റ്റോസ്ട്രോൺ നമുക്ക് ബോഡിയിൽ നിന്ന് അളവ് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് കുറേയൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്തത് ഈ ഓൾറെഡി സ്പ്രെഡായി കിടക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാത്രമല്ല ശരീരത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഓൾറെഡി സ്പ്രെഡായിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലുള്ള ക്യാൻസറിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളത് ആ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എടുത്ത് കളയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ റേഡിയേഷൻ കൊടുക്കുന്നുണ്ടോ കാര്യമില്ല. കാരണം ഓൾറെഡി ഇത് ശരീരത്തിൻ്റെ 100 അല്ലെങ്കിൽ 100,000 ഏരിയാസിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവരിൽ നമ്മൾ സർജറിയോ അല്ലെങ്കിൽ ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റേഡിയേഷനോ ചെയ്യുന്നതിൽ കാര്യമില്ല.
അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ADT മാത്രമേ കൊടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ആൻഡ്രോജൻ ഡെപ്രിവേഷൻ തെറാപ്പി കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കുക. അങ്ങനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ടെസ്റ്റസ് എടുത്ത് കളയുന്ന സർജറീസ് ഉണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കുറയും. അന്നേരം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഗ്രോത്ത് കുറയും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ADT എന്ന് പറയുന്നത് ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല. എന്ന് വെച്ചാൽ നമുക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ശരീരത്തിൽ നിന്ന് മുഴുവനായിട്ട് മാറ്റുമല്ല. അതിൻ്റെ പകരം ഇത് ഓൾറെഡി സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ നമുക്ക് മുഴുവനായിട്ട് എടുത്ത് മാറ്റാൻ പറ്റിയില്ല. അങ്ങനത്തെ ഉള്ളവരിൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ക്യാൻസറിൻ്റെ ഗ്രോത്ത് കുറയ്ക്കുക, ഇനി അത് പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ADTയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റോസ്റ്ററോൺ കുറച്ച് കഴിയുമ്പം ഇപ്പോൾ ഉള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ പല സ്ഥലത്തും അത് ചുരുങ്ങും, അത് ചെറുതാവും. അതുപോലെ കുറച്ച് ഇത് സ്പ്രെഡ് ആകാനുള്ള ഇനിയും പല പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കും. ഇതോടുകൂടി നമ്മൾ ചിലപ്പം ഈ ADT ചെയ്താലും ചില രോഗികൾ ആദ്യം കുറച്ച് നാളൊക്കെ ഒരു കൺട്രോൾ ഉണ്ടാവും, കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ സ്പ്രെഡ് ആകാൻ തുടങ്ങും. അങ്ങനെയുള്ളവരിൽ നമ്മൾ ആ സെക്കൻഡ് ലൈൻ തേർഡ് ലൈൻ തെറാപ്പിയിലോട്ട് പോകും. അതും കൂടുതലും മെഡിക്കൽ ഓങ്കോളജി സൈഡ് ആൾക്കാരാണ് നോക്കുന്നത്. എങ്കിലും അതിനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാനൊരു ക്ലോസിംഗ് റിമാർക്കായിട്ട് പറയാനുള്ളത്, നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു രോഗലക്ഷണം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരു 40-50 വയസ്സിനൊക്കെ ശേഷമുള്ള എല്ലാ പുരുഷന്മാരും കഴിയുന്നതും ഏതെങ്കിലും യൂറോളജിസ്റ്റിനെ കാണിക്കുകയും ഒരു PSA ഒന്ന് ചെക്ക് ചെയ്യുകയും നല്ലതായിരിക്കും. അതും ഒരു തവണ നമ്മൾ ക്യാൻസർ ഇല്ല എന്ന് കണ്ടതുകൊണ്ട് പിന്നെ ഒരിക്കലും ക്യാൻസർ വരില്ല എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ യൂറോളജിസ്റ്റിനെ കാണുകയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് PSA ചെക്ക് ചെയ്യുകയും അത് എത്ര നാൾ കൂടുമ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് അത് നമ്മുടെ ഓരോരുത്തരുടെ രോഗിയുടെ ഏജും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് അതൊക്കെ നമ്മൾ കാണുന്ന ഡോക്ടർ കണ്ടിട്ടായിരിക്കും തീരുമാനിക്കുന്നത് എത്ര കൊല്ലം കഴിഞ്ഞ് ചെയ്യണമെന്നുള്ളത്. അപ്പം ഈ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള പോയിന്റ്. ടേക്ക് കെയർ.